വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് വിഷസ്. ഇന്ന് നമുക്ക് ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു തലശ്ശേരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഈ ഉണ്ടാക്കുന്ന സ്റ്റെപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 10 സവോള എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സൈസ് സവോളയാണ്. നിങ്ങളൊരു മീഡിയം സൈസ് ആണെങ്കിൽ 8 എണ്ണം എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവോള ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് നേരിട്ട് നമ്മൾ ഗ്രേവിയിൽ ചേർക്കുന്നില്ല. സവോള ഫ്രൈ ചെയ്ത സവോളയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇതിൽ കൂടുതൽ ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മുടെ സവോള അങ്ങ് കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് മുഴുവൻ ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഫുള്ളായിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂസും കുറച്ച് റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂസ് ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാവേ. ഇപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ മട്ടൺ കഴുകി നല്ല വൃത്തിയാക്കി അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാനും ദം ചെയ്യുന്ന സമയത്തൊന്ന് ഇട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ബാക്കി ഫുൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അവിടെ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് പഴുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് കൊറിയാൻഡറും മിൻറ്റ് ലീവ്സും കൂടെ അരിഞ്ഞെടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മട്ടൺ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ബീഫൊക്കെ പോലെയല്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വേകുമ്പോഴത്തേനും ഇതിൽ വെള്ളമൊക്കെ ശരിക്കും അങ്ങ് വറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയും നമ്മുടെ തൈരും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഈ ഇറച്ചിയൊക്കെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ഒന്ന് പിടിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ മട്ടൺ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മളിത് 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മട്ടൺ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതൊരു പകുതി വേവാവുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. പകുതി വേവാകുമ്പോൾ നമുക്കിതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൺ നമ്മളിവിടെ വേവാനായിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശമൊക്കെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മട്ടൺ ആയത് കാരണം നമുക്ക് വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു തേങ്ങാപ്പാൽ ഞാനൊരു 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ 1-ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് നമ്മുടെ ബിരിയാണിയുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ് കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ മട്ടൺ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൺ ഒന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഗ്രേവി മതി. ഇതേപോലെ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം അധികം പാടില്ല കേട്ടോ. കാരണം നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബിരിയാണി ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, അതുപോലെ ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 4 കപ്പ് റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നമ്മളിത് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഞാനിതിലേക്ക് ഒരു അരമണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മട്ടൻ ബിരിയാണിക്ക് എപ്പോഴും ജീരകശാല റൈസ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ റൈസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ചോറിൽ നമുക്കൊരു 80% വെന്ത് കിട്ടിയാൽ മതി. 80% വേവാകുമ്പോഴത്തേനും നമുക്ക് ഈ ചോറൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ ഒരു 80% നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പെട്ടെന്ന് തന്നെ ഒന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. ബിരിയാണി ഒന്ന് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന
മട്ടൺ മേളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് അതൊരു പകുതി ഇതിന് മേളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പകുതി ചോറ് ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൽ നിന്ന് കുറച്ച് റേസിൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മേളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേളിലേക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ വിതറി കൊടുക്കാം. ഇനി ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ കാഷ്യൂ നട്ടും റേസിൻസും പിന്നെ മല്ലിയിലയും പുതിനയിലയും അതെല്ലാം ബാലൻസ് ഉള്ളതെല്ലാം നമുക്കിതിൻ്റെ മേളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗീയും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ നമ്മുടെ പാത്രം നന്നായിട്ട് കിച്ചൺ ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫിറ്റാക്കി കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം തീരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 15 മിനിറ്റും കൂടെ അതേപോലെ തന്നെ തുറക്കാതെ അടച്ച് വെച്ചിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാവേ. നമ്മുടെ ബിരിയാണി നമ്മളിവിടെ റെഡിയായി. അത് സെർവ് ചെയ്യുവാണ്. നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ സ്പെഷ്യൽ ഗ്രേവിയൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മട്ടൺ ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.